സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിന്റെ ഡയറക്ടർ ഡോക്ടർ ഷക്കീല മാഡത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നിവിടെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിനീതമായ നമസ്കാരം. അപ്പം എൻ്റെ സഹപ്രവർത്തകയായ അഞ്ജു പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം HDFC ബാങ്ക് CSR പദ്ധതിയുടെ ഭാഗമായി MS സ്വാമിനാഥൻ ഗവേഷണ നിലയവുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന HDFC ബാങ്ക് പരിവർത്തൻ പദ്ധതിയുടെ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു വേദിയിലേക്കായി നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി രമ്യ തോമസ്, പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് ആലങ്ങാട്, അവരെ വളരെ സ്നേഹപൂർവ്വം ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി P രാജീവ് നമ്മോടൊപ്പം എത്തിച്ചേരാമെന്നുള്ള വാക്ക് തന്നിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി P രാജീവ്, വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി, ഈ ഒരു വേദിയിലേക്ക് രാജീവ് അവർകളെ വളരെ സ്നേഹപുരസ്സരം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പദ്ധതി വിശദീകരണത്തിലേക്കായി നമ്മുടെ HDFC CSR ബാങ്ക് ഹെഡായ ശ്രീമതി നുസ്രത്ത് പത്താൻ, അവരെയും ഈ ഒരു വേദിയിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. We welcome you with utmost honor and respect. We welcome you to this program, ma'am. And അടുത്തതായി നമ്മുടെ പ്രസിഡന്റ് ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ PM മനാഫ് അവർകളെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി HDFC CSR വിഭാഗം പ്രോജക്ട് ഹെഡായ ശ്രീ റിതേഷ് സിൻഹ, വളരെ സ്നേഹപൂർവ്വം അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ യേശുദാസ് അവർകളെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ KV രവീന്ദ്രൻ അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ക്ലസ്റ്റർ ഹെഡ്, HDFC ബാങ്കിന്റെ ക്ലസ്റ്റർ ഹെഡായ ശ്രീ അജു K മാർത്തൻ അവർകളെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മോടൊപ്പം ഓൺലൈൻ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സീനിയർ ഡയറക്ടർ ഡോക്ടർ N അനിൽകുമാർ സാറിനെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ AK മൊഹന്തി, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീമതി EM ബബിത, ജനറൽ മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രം ശ്രീ ബിജു P എബ്രഹാം, ഇവരെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസ് ശ്രീ നൌഷാദ് ഖാൻ അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി സൈന KB, പ്രോഗ്രാം ഓഫീസർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന SNM കോളേജ് മലയങ്കര ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ MG സനിൽകുമാർ അവർകളെ വളരെ ബഹുമാനപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷീരവികസന ഓഫീസർ ആലങ്ങാട് ശ്രീമതി അനുമുരളി, ശ്രീ MR രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് ആലങ്ങാട്,
ശ്രീ PR ജയകൃഷ്ണൻ, മെമ്പർ ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് എന്നിവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലെ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരെയും, ഷാജൻ, പ്രജീഷ്, ബിനീഷ്, സുമി, അഞ്ജു, ഡിസ്റ്റിൻ, അജിൻ, ചൈത്ര, എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് ജനപ്രതിനിധികൾ, മാധ്യമ പ്രതിനിധികൾ, ഇവിടെ വന്നെത്തിയിരിക്കുന്ന ഞാൻ പേരെടുത്ത് പറയാൻ വിട്ടുപോയ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സ്വാഗതം ആശംസിച്ച ഷക്കീല മാഡത്തിന് നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യ തോമസിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. HDFC ബാങ്കും അതുപോലെ തന്നെ MS സ്വാമിനാഥൻ ഗവേഷണ നിലയ റിസർച്ച് സെന്ററും കൂടി നടത്തുന്ന ഈ ഒരു പരിപാടി ഇവരാദ്യമായിട്ട് നമ്മളെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ, സുമിയാണ് എന്നെ ആദ്യമായിട്ട് സമീപിക്കുന്നത്. വളരെ നമുക്കറിയാം 2018 പ്രളയത്തിന് ശേഷം നമ്മൾ നേരെ നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷം കൊറോണ എന്നുള്ള മഹാമാരി വന്നു. അങ്ങനെ നമ്മളെ പിടികൂടി നിൽക്കുന്ന ഒരുപാട് രോഗങ്ങളായിട്ടും സാമ്പത്തിക തകർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുമി എൻ്റെ അടുത്ത് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുകയും ഒരുപാട് പേർക്ക് പല നല്ല കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ, ലൈബ്രറികൾ, അംഗൻവാടികൾ, അങ്ങനെ എല്ലാ മേഖലയിലും ഇവര്, കൃഷി രംഗത്തും കാർഷിക രംഗത്തും എല്ലാ മേഖലയിലും ഇവര് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ക്ഷമിക്കണം, നമ്മുടെ കേരള പ്രോജക്ട് മാനേജർ, സദേൺ വിംഗ് പ്രോജക്ട് മാനേജർ ശ്രീജ MR നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ആർദ്രപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീജയാണ് നമ്മളോട് എപ്പോഴും ഒന്നിച്ചു നിന്നിട്ടുള്ളതും നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ലഭിച്ചിട്ടുള്ളതും ശ്രീജയിൽ നിന്നാണ്. ശ്രീജയെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ സഹപ്രവർത്തകനായ സിജോ തോമസ്, അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രമ്യ തോമസ് മാഡത്തിന് നന്ദി. അടുത്തതായി HDFC ബാങ്കിന്റെ ഇന്ത്യ മുഴുവനുമുള്ള CSR പ്രോഗ്രാം നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. Since its first step in 1995, HDFC Bank has emerged as the most valuable brand in India. This incredible journey has its genesis in the belief that real development of a country happens when all stakeholders are empowered, down to the last person. A lot is done, much remains. We are committed to bring this change. How can we make Gopal earn with dignity? How can we make something as basic as water accessible to Kebina and others in her village? How can we save Chanchal from the embarrassment of defecating in the open? How do we make learning fun for Tikeshwar? How can we empower Simon and her family? As a socially responsible corporate citizen, HDFC Bank is empowering the lives of millions at the bottom of the pyramid.
Change is possible when communities are empowered. Let's walk together on this journey of development. Change is Parivartan, and Parivartan is not just transformation of the economy. It is transformation of our people. Because together, we can, and we will be the change we want to see. And all it needs is that first step. HDFC Bank Parivartan, a step towards progress. കേരളത്തിലെ പരിവർത്തൻ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ മിസ്റ്റർ പ്രജീഷ് പരമേശ്വരൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമസ്കാരം. MS സ്വാമിനാഥൻ ഗവേഷണ നിലയം HDFC ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതി CSR ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലായി കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ നൽകുന്നത്. (2018) പ്രളയത്തിന് ശേഷമാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിൽ വരുത്തി തുടങ്ങിയിരിക്കുന്നത്. അത് 2022 ആദ്യത്തെ ഘട്ടം 2022 മാർച്ചിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് കേരളത്തിലെ 6 ജില്ലകളിൽ, എറണാകുളം ഉൾപ്പെടെ, എറണാകുളം, ഇടുക്കി, കുട്ടനാട്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിങ്ങനെ 6 ജില്ലകളിൽ 30 വില്ലേജുകളിലായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. അതിൽ എറണാകുളത്തുള്ള വില്ലേജുകൾ ഏഴിക്കര, കടമക്കുടി, കോട്ടുവള്ളി, പുത്തൻവേലിക്കര, ചേന്നമംഗലം, കുന്നുകര. പ്രകൃതി വിഭവ സംരക്ഷണം, ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തൽ, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, ഈ 3 മേഖലകളിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഒരു 20 വർഷത്തോളമായിട്ട് കൃഷി ചെയ്യാതെ കടന്നിരുന്ന ഒരു എളന്തിക്കര പാടം പുത്തൻവേലിക്കരയിൽ, അത് നമുക്ക് തിരിച്ച് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ റിവൈവിങ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും തന്നെയും നമുക്ക് ഇടപെടലുകൾ നടത്താൻ പറ്റി. എല്ലാവർക്കും അറിയാവുന്ന പോലെ പൊക്കാളി പാടങ്ങളിൽ, ഏഴിക്കര, കോട്ടുവള്ളി, കടമക്കുടി ഭാഗങ്ങളിലുള്ള പൊക്കാളി പാടങ്ങളിൽ നമുക്ക് ചില വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. പ്രത്യേകിച്ച് വിത്ത് സംരക്ഷണം, അതുപോലെ തന്നെ വിത്ത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടത്താൻ സാധിച്ചു. ഫിഷറീസ് മേഖലയിൽ കരിമീൻ കുഞ്ഞ് ഉൽപാദന യൂണിറ്റ് പോലുള്ള കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുന്ന ഒരു സവിശേഷ പദ്ധതി, അതായത് കാർഷിക വിളകളുടെ രോഗകീടങ്ങളെ സമയാസമയങ്ങളിൽ കണ്ടുപിടിച്ച് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരാനുള്ള, കർഷകർക്ക് നൽകാനുള്ള ഒരു പദ്ധതി. പ്ലാന്റ് ക്ലിനിക് എന്നാണ് അതിൻ്റെ പേര്. കാബി എന്ന് പറയുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ബയോസയൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ആഗോള സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത് പല വില്ലേജുകളിലും നടപ്പാക്കാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള, പരിശീലനം കിട്ടിയ പ്ലാന്റ് ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവർ പ്ലാന്റ് ക്ലിനിക്ക് നടത്തുന്നുണ്ട്. കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, കുട്ടനാട് പറയുന്നത്
വെള്ളം ഒരുപാട് ഉണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ കുറച്ചേ കിട്ടുള്ളൂ ശുദ്ധമായ കുടിവെള്ളം. അപ്പോൾ മഴവെള്ള സംഭരണമായിരിക്കും അവിടെ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് എന്നുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മഴവെള്ള സംഭരണം പ്രോജക്റ്റുകൾ കുടുംബങ്ങൾക്കായിട്ടും സ്കൂളുകൾക്കായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. എവറി ഡ്രോപ്പ് കൗണ്ട്സ്, ഒരു തുള്ളിയും നമുക്ക് പാഴാക്കാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെസ്സേജ്. അതുപോലെ തന്നെ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ വയനാട് അല്ലെങ്കിൽ എല്ലാ വില്ലേജുകളിലും തന്നെ മരങ്ങൾ നടുന്നത് പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. വയനാട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ അടുക്കളത്തോട്ടം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ആട് വില്ലേജ് എന്ന് പറഞ്ഞൊരു പദ്ധതി പുത്തൻവേലിക്കരയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റിൽ ഫീഡ് മിക്സിംഗ് യൂണിറ്റ്, ഒരു കാലിത്തീറ്റ, തദ്ദേശീയമായ ഒരു കാലിത്തീറ്റ ഉൽപാദന യൂണിറ്റ് ഇവിടെ ചേന്നമംഗലം, കോട്ടായിൽ, കോവിലകം കേന്ദ്രീകരിച്ച് ഒരു സംഘം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ 2 മുഖ്യ പദ്ധതികൾ, ഒന്ന് ഒരു ക്ഷീരോത്പാദന മേഖലയിൽ ഉൽപാദന യൂണിറ്റ് ആയിരുന്നു, ഒരു സ്റ്റിച്ചിങ് സ്റ്റുഡിയോ ആൻഡ് ട്രെയിനിങ് സെന്റർ, തയ്യൽ പഠിപ്പിക്കുകയും അതോടൊപ്പം ഉപജീവന മാർഗങ്ങൾ കിട്ടാനുള്ള ഒരു പദ്ധതിയാണ്. ഇതെല്ലാം തന്നെ 5 മുതൽ 10 വരെ കൂടുതലും സ്ത്രീകളുള്ള ഗ്രൂപ്പുകളാണ്. വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന യൂണിറ്റുകളാണ് ഇതെല്ലാം. കുട്ടനാട് താറാവ്, മീൻ, കോഴി ഇവയുടെ കേന്ദ്രമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഹൈജീനിക് മീറ്റ്, ശുദ്ധമായ മത്സ്യവും മാംസവും സംസ്കരിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു അമല മീറ്റ് ആൻഡ് ഫിഷ് പ്രോസസ്സിംഗ് സെന്റർ കുട്ടനാടുണ്ട്. സ്ക്രൂ പൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തഴപ്പായും മെത്തപ്പായും ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സെന്റർ കുട്ടനാട് തുടങ്ങാൻ സാധിച്ചു. വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കാപ്പി സംസ്കരണ യൂണിറ്റ്, സുഗന്ധഗിരി കോഫി എന്ന് പേരിട്ടിരിക്കുന്ന, സുഗന്ധഗിരി എന്ന് പറയുന്ന ഒരു ആദിവാസി മേഖലയിൽ നിന്നുള്ള കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കോഫി ഷോപ്പ്, കൽപ്പറ്റ ടൗണിൽ ചെന്നാൽ ഈ കോഫി ഷോപ്പ് അവിടെ ഉണ്ട്. അവിടെ ശുദ്ധമായ കാപ്പി, അനുബന്ധ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം സൂചിപ്പിച്ചത് മുഴുവൻ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്താനുള്ള കുറച്ച് പദ്ധതികളാണ്. അതിൽ കൂടുതലും 50% തന്നെ സ്ത്രീകൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ഒരു സ്റ്റാളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തഴ ഉൽപ്പന്നങ്ങളുണ്ട്, കോഫി ഉൽപ്പന്നങ്ങളുണ്ട്, കോട്ടായിൽ കോവിലകം ഗ്രൂപ്പിൻ്റെ ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലെടുത്താൽ കൂടുതലും സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ടായിട്ടുള്ള സയൻസ് ലാബുകളും പല സ്കൂളുകളിലും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് സയൻസ് ലാബ് എന്ന് പറയുന്ന ആ ഒരു ആശയം തന്നെ മുന്നോട്ട് വന്നത് പ്രൊഫസർ MS സ്വാമിനാഥന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് എവറി ചൈൽഡ് എ സയന്റിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതായത് ഓരോ വളർന്നു വരുന്ന കുട്ടിയും ഒരു ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞയാണ്. അപ്പോൾ അവരുടെ അന്വേഷണത്വരയും അവരുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളും വികസിപ്പിക്കാനായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് സ്മാർട്ട് ലാബ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ സ്കൂളുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ലാംഗ്വേജ് ലാബ്, ഭാഷാ പഠനത്തിനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പദ്ധതി ഒരു സ്കൂളിൽ, ഇവിടെ കുന്നുകര ഒരു സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ, ഇത് ഈ പദ്ധതിയുടെ ഫലമായി, ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു ഗ്രാസ് റൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാം. പുത്തൻവേലിക്കരയാണ്. ഒരു സാമൂഹിക ജൈവ വൈവിധ്യ, കാലാവസ്ഥ, പരിസ്ഥിതി വിഷയങ്ങളിലെല്ലാം ഇടപെടാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പുത്തൻവേലിക്കര അത് സ്ഥാപിച്ചിട്ടുണ്ട്.
അത് ഇപ്പോൾ ആ ഒരു പടങ്ങൾ കാണുന്നത് അവരൊരു കമ്മ്യൂണിറ്റി ലെഡ് മൂവ്മെന്റ് ഫോർ റെയിൻ മോണിറ്ററിംഗ് സിസ്റ്റം, മഴ മാപിനികൾ സ്ഥാപിച്ചുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടുകൂടി, കുട്ടികളുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു മോണിറ്ററിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് അടുത്തൊരു ലെവലിൽ അതൊരു ഫോർകാസ്റ്റ്, അതായത് ദിനാന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള ക്ലീൻ ഡ്രൈവുകൾ നടത്താറുണ്ട്. ഇത് ഇപ്പോൾ പെരിയാറിൽ നടത്തിയിരിക്കുന്ന ഒരു ക്ലീൻ ഡ്രൈവാണ്. അത് ഒരു ഗാന്ധി ജയന്തി 2020 ഗാന്ധി ജയന്തി സമയത്ത് നടത്തി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജലാശയങ്ങളുണ്ട്. കുട്ടനാടാണെങ്കിൽ 5 നദികളാണ്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു മോഡലായിട്ട് ചെയ്തു തുടങ്ങുന്നു. പഞ്ചായത്തുകളുടെയും ഹരിത കേരള മിഷന്റെയും എല്ലാം സഹായത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പോൾ 2018 മുതൽ 2022 വരെ നടന്ന ഈ ഒരു ആദ്യഘട്ട പദ്ധതിയിൽ ഒരുപാട് ഈ പറയുന്ന മേഖലകളിലെല്ലാം ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും ഏകദേശം നേരിട്ട് 10,000-ത്തിലധികം വീടുകളിലേക്ക് ഇതിൻ്റെ ഒരു ഫലം എത്തിക്കാനായിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്നു, അതോടൊപ്പം അഭിമാനം നൽകുന്നു. 2021 മുതൽ 2024 വരെ എറണാകുളം ജില്ലയിലെ 14 വില്ലേജുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇന്നിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അത് ഏകദേശം 9,000-ത്തോളം വീടുകളിലേക്കും പ്രത്യക്ഷമായും ഒരു 40,000-ത്തിലധികം വീടുകളിലേക്ക് പരോക്ഷമായും ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോജനം കിട്ടാനുള്ള ഒരു പദ്ധതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ വില്ലേജസിൻ്റെ പേര് ഞാനൊന്ന് വായിക്കാം. ഇളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ, നായരമ്പലം, ഇടവനക്കാട്, കുഴിപ്പള്ളി, പള്ളിപ്പുറം, മൂത്തകുന്നം, വടക്കേക്കര, ചേന്നമംഗലം, വരാപ്പുഴ, ആലങ്ങാട്, കരുമാല്ലൂർ, ചെങ്ങമനാട്, പാറക്കടവ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഉദ്ദേശം ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപജീവന മാർഗങ്ങൾ. MS സ്വാമിനാഥൻ ഗവേഷണ നിലയം എപ്പോഴും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എങ്കിൽ തന്നെയും ചില സ്ഥലങ്ങളിൽ തദ്ദേശീയമായ പ്രകൃതി വിഭവങ്ങൾക്ക് ശോഷണം നേരിടുന്ന ചില സ്ഥലങ്ങളിലെങ്കിലും ടൈലറിംഗ് യൂണിറ്റുകൾ പോലെയും ഉള്ള കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ 2 പ്രോജക്റ്റുകളെയും പ്രോഗ്രാമുകളെയും പറ്റി പറയാനുള്ളത്. ഇതിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന എറണാകുളത്ത് നമ്മൾ തുടങ്ങി വച്ചിരിക്കുന്നതിൽ ഗ്രൂപ്പുകളും എല്ലാവരും ആയിട്ടുണ്ട്. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പാർട്ട്നേഴ്സും എല്ലാവരും നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ സൂചിപ്പിച്ച പല യൂണിറ്റുകളുടെയും പ്രോഡക്റ്റുകൾ ഇവിടെ സ്റ്റാളിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അതിന് സെയിലില്ല. അപ്പോൾ അതിനകത്ത് കോണ്ടാക്ട് ചെയ്യാവുന്ന, ബന്ധപ്പെടാവുന്ന നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു 2 പ്രോജക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു അവസരത്തിന് നന്ദി. പദ്ധതി അവതരിപ്പിച്ച പ്രജീഷ് സാറിന് നന്ദി. HDFC ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ പ്രൊജക്ട് ഹെഡ് മിസ്റ്റർ റിതേഷ് സിൻഹയെ പദ്ധതിയെ പറ്റി സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. I welcome Mr. Ritesh Sinha, Project Head of HDFC Bank CSR, to deliver his felicitations. He is joining us online. Over to you, sir. Thank you so much. Is my audio clear? Is my audio clear? Yes, sir. Thank you. So, Shri P. Rajiv, Honorable Minister of Industries, Government of Kerala, Dr. Shakila from MSSRF,
Ramya Thomas Ji, President Block Panchayats, Mr. Mathan, Cluster Head of HDFC Bank, friends. It is a moment of pride for us, at the launch of this project and handing over of the earlier project that we have undertaken in Kerala. The Parivartan journey, our CSR, the bank's corporate social responsibility initiative called HDFC Bank Parivartan, which means change, is something that we have taken over for a period of about a decade or so, and we have really been able to reach out to other corners of the country, remotest corners of the country. I remember when we started our interventions in Kerala during the flood relief, the floods that happened in Kerala about 3 or 4 years back, and simultaneously we graduated into taking up projects to work on disaster mitigation and then also move towards rehabilitation post-disaster. And that is how we evolved into having long-term projects. Before I embark on talking about what we were able to achieve, I would like to introduce the way we now approach the entire Parivartan theme. So we have defined goals for ourselves nationally, and HDFC Bank being an organization that is nationally present. We have projects in all corners of the country, right from northeast to Rajasthan and from Leh Ladakh to the southernmost part of the country. So that also brings us unique opportunity to understand what works in which location. And accordingly, our entire Parivartan theme has matured through our learnings from across the fields, across the country. Some of the goals that we have undertaken focuses on increase in income of the farming communities, working with poor and ultra poor communities. We have embarked on a journey towards promotion of local economic activation. When we say local economic activation, what we mean is people should be able to take up enterprises on their own, run it profitably and sustainably. And our support is largely on creating an enabling environment for that. One very important thing, and some of you would be aware that the bank has declared to be a carbon neutral and net zero organization in next decade or so. So accordingly, we definitely want our CSR projects to be aligned with climate friendly development. So our projects would focus more on the sustainability aspects and contribute positively to not only the social development, but also to the environment as such. Till date, we have been able to reach out to about 87 million people across the country. And that is something we take a lot of pride in talking about, the numbers that we have achieved in the last decade or so. We are launching and handing over a HRDP project. So what we call HRDP is Holistic Rural Development Project. The idea is to take up a cluster of village, identify the needs in that particular cluster, and then have realistic, meaningful, and sustainable solutions planned in consultation with the communities. And then after the interventions, hand it over in a way that it works on its own. So if you look at the coffee intervention, once the project is over, it will continue to sustain on its own. So these are the kind of things that we would like to do across our projects. Another important factor, kind of project is what we call FDP, focused projects, where we take a particular goal, a particular theme, and then create a project around it. So for example, if we can talk about increase in farmers' income, we will take up, a set of farmers whom we would like to work with and create an entire ecosystem level change. So entire backward forward linkage and all of that will be studied, and accordingly a project will be developed. So that is the focus development project that we have undertaken. Currently, we are working with about 100 NGO partners across the country. We have about 350 odd active projects as of now. A lot of projects have closed. And in Kerala, we have been
able to expand. In the last 2 years, we are now in 7 districts of Kerala with 4 active projects currently. And that is something that we definitely want to continue. And depending on the need that is presented to us, we would definitely like to expand, take up new projects. I would like to use this forum also to request all of you, if you know of someone who has been affected by COVID, either through loss of livelihood or loss of life of earning family member, we have a scholarship that is active currently. So children who are at the risk of dropping out because of COVID, affecting their families, I would encourage those children to apply. Our scholarship is live on Buddy for Study platform. A lot of children from Kerala has already benefited out of that. But if you really know of someone who is in dire need for that, we would be happy to consider the applications. It is managed by a third party on Buddy for Study platform. So, that is one request that I thought I will make through this forum. Lastly, I would like to congratulate MSSRF team. It has been a great journey. It has been a great learning for us also. There has been a lot of agriculture related work that MSSRF has pioneered throughout decades of their work. And we have also learned a lot through the interventions. And I'm very happy that this partnership is maturing and growing further. One project is over, we are expanding into another one. So I wish you, the entire MSSRF team, the very best. Thank you so much for being a wonderful partner, and look forward to many more projects where we would be working together. Thank you so much, and thank you so much, Honorable Minister Sir, for taking out time to learn about the project and to grace this occasion. Thank you so much. ആശംസകൾ അർപ്പിച്ച ശ്രീ റിതേഷ് സാറിന് നന്ദി. കൂടാതെ കോവിഡ് ബാധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം HDFC ബാങ്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണെന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അത് അവൈൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി HDFC ബാങ്കിന്റെ എറണാകുളം ക്ലസ്റ്റർ ഹെഡ് മിസ്റ്റർ അജു കെ മാത്തനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യ തോമസ്, കേരളത്തിന്റെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകൾ, അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും. വേദിയിലുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ, MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ഷക്കീല, മറ്റ് സഹപ്രവർത്തകരെ, കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സ്ഥാപനങ്ങളിലെ മേധാവികളെ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. HDFC ബാങ്ക് സാമൂഹ്യ പ്രതിബദ്ധ പദ്ധതി MS സ്വാമിനാഥൻ ഫൗണ്ടേഷനുമായി, റിസർച്ച് ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന ഈ സമഗ്ര ഗ്രാമവികസന പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ HDFC ബാങ്കിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നതിന് എനിക്ക് അതിയായ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 2018 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നടന്ന പ്രളയം എന്ന് പറയുന്നത് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം മുൻപൊരിക്കലും നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിക്ഷോഭമായിരുന്നു. അതിനു മുമ്പ് നമ്മുടെയൊന്നും ജീവിതകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിക്ഷോഭമായിരുന്നു. എൻ്റെ സ്വദേശമായ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്ത് എൻ്റെ കുടുംബ വീട് ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിൽ
മുങ്ങുകയും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കുടുംബാംഗങ്ങൾ അതിൽ വളരെയധികം കഷ്ടം അനുഭവിക്കുകയും ചെയ്തു എന്നതിൽ നിന്ന് തന്നെ പ്രളയം അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തിൽ നിന്നുള്ള പുനരുജ്ജീവനം എന്തുമാത്രം സർക്കാരിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ മൊത്തം ചുമതലയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തിപരമായും ഞാൻ വളരെയധികം ബോധവാനാണ്. HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും അധികം വിപണി മൂല്യമുള്ള ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കാണ്. ഈ അഭിമാന സ്തംഭങ്ങളായ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ എല്ലാം ഞങ്ങൾക്ക് അഭിമാനം ഏറുന്ന സംഭവമാണ് CSR വഴി പ്രകൃതിക്ഷോഭം ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2018 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ബാങ്കിന്റെ മേധാവികൾ ആ സമയം തന്നെ സന്ദർശിക്കുകയും MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പോലെയുള്ള ഒരു പ്രശസ്തമായ ഗവേഷണ കേന്ദ്രവുമായി കൈകോർത്തുകൊണ്ട് ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിപണി മൂല്യത്തെക്കാളും ഞങ്ങളുടെ ബാങ്കിന്റെ വലുപ്പത്തെക്കാളും എല്ലാം അഭിമാനം നൽകുന്ന ഒരു സംരംഭമാണ്. എറണാകുളം ജില്ലയിൽ 49 ബ്രാഞ്ചുകളാണ് HDFC ബാങ്കിനുള്ളത്. കേരളത്തിൽ വായ്പാ നിക്ഷേപ അനുപാതം 90% ആണ് ഉള്ളത് എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ ബാങ്കുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ അവലോകന യോഗങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെപ്പോസിറ്റുകൾ എടുക്കും പക്ഷേ വായ്പകൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ കേരളത്തിൽ ഉള്ള പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയുമുള്ള വലിയ ബാങ്കുകളെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ 90% വായ്പ നിക്ഷേപ അനുപാതം, അതായത് 100 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് 90% ഇവിടെ തന്നെ വായ്പയായി കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനകരമായ കാര്യമാണ്. തന്നെയല്ല, ഇന്ത്യ ഒട്ടുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഗ്രാമങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അത്തരം കാര്യങ്ങൾ ബാങ്ക് വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി ചേർന്ന് 6 ലക്ഷത്തോളം ഗ്രാമീണ ഭവനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി, നമുക്ക് ബ്രാഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കൂടി എത്തിക്കാനുള്ള ഒരു ധാരണാപത്രം കഴിഞ്ഞ ദിവസം ഇന്ത്യ പോസ്റ്റുമായിട്ട് HDFC ബാങ്ക് ഒപ്പിടുകയുണ്ടായി. ഞാൻ ഇതിനെക്കുറിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇവിടെയുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഓരോ കേരളീയനും അഭിമാനമാണ്. ഭാരതത്തിലെ ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ പേര് ഹരിത വിപ്ലവവുമായിട്ട് ചേർത്ത് വായിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഈ ഫൗണ്ടേഷൻ ഇവിടെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ എല്ലാ ഭാരവാഹികൾക്കും HDFC ബാങ്കിന്റെ പേരിൽ ഞാൻ അനുമോദനം അർപ്പിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ബാങ്കുമായി ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും കൃതജ്ഞത എന്നുള്ള ഒരു ചടങ്ങ് ഇനി വേറെ ഉണ്ട്. എങ്കിലും ബാങ്കിന്റെ പേരിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും എൻ്റെ വ്യക്തിപരമായും ബാങ്കിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ പങ്കാളികളായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ബാങ്കിനുള്ള കടപ്പാട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ തന്നെ വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ്, അദ്ദേഹം എറണാകുളം ജില്ലയുടെ അഭിമാനമാണ്. തന്നെയല്ല, ഓരോ ജില്ലയും ഓരോ മന്ത്രിമാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന, അതായത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഓരോ ജില്ലകളും അലോട്ട് ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹമാണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ മന്ത്രി. നമ്മുടെ തൊട്ട് അടുത്തുള്ള നിയോജകമണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നതിൽ ഞങ്ങൾക്കുള്ള അതിയായ സന്തോഷമുണ്ട്. തന്നെയുമല്ല, കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പുമായി ചേർന്ന് അതില് ഉള്ള ഒരു പ്രധാന ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ടുള്ള KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ HDFC ബാങ്കുമായി വളരെ അടുത്ത ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ രീതിയിൽ കേരള സർക്കാരുമായിട്ടും മറ്റ് സ്ഥാപനങ്ങളുമായും ചേർന്ന് തുടർന്നും കേരളത്തിൽ അനേകം വികസന പ്രവർത്തനങ്ങൾ, CSR മാത്രമല്ല അല്ലാതുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാൻ ബാങ്കിന് അതീവ താല്പര്യമുണ്ടെന്നും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. എന്നെ ഇന്ന് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും ഭാരവാഹികളോടും MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിലെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തിൽ ആണ്.
നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും സന്തോഷകരമായ ഒരു പുതുവർഷവും ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആശംസ അർപ്പിച്ച അജു കെ മാത്തൻ സാറിന് നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിന്റെ സീനിയർ ഡയറക്ടർ ഡോക്ടർ N അനിൽകുമാർ സാറാണ്. സാറിന് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ നമുക്കായി ഒരു വീഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കത് കാണാം. HDFC ബാങ്കിൻ്റെ CSR പ്രോഗ്രാം MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ പുതിയ പ്രോജക്റ്റ് എറണാകുളം ജില്ലയുടെ 14 ഗ്രാമങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ പദ്ധതി നിങ്ങളിവിടെ കേട്ടതുപോലെ ഇതിൻ്റെ ഉദ്ദേശം സമഗ്രമായിട്ടുള്ള ഗ്രാമവികസനം. അപ്പോൾ ഈ പ്രോജക്റ്റിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് മാർജിനലായിട്ടുള്ള കർഷകരും അതുപോലെ തന്നെ മാർജിനലായിട്ടുള്ള മത്സ്യ തൊഴിലാളി കുടുംബങ്ങളുമാണ്. അങ്ങനെയുള്ള ഏകദേശം ഒരു 10,000-ഓളം കുടുംബങ്ങൾ, 10,000-ഓളം ആൾക്കാർ ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള പദ്ധതിയുടെ ഡയറക്റ്റായിട്ടുള്ള ബെനിഫിഷ്യറിയായി മാറുന്നുണ്ട്. കൂടാതെ 40,000-ന് മുകളിൽ ആൾക്കാർ ഇതിൻ്റെ ഇൻഡയറക്റ്റായിട്ടുള്ള പ്രയോജനം ലഭിക്കുമെന്നും നമ്മൾ കരുതുന്നുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം പ്രധാനമായിട്ടും നമ്മുടെ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്, ഈ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ചെറിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാം. നന്ദി. വൈപ്പിൻ മേഖലയിൽ നടപ്പിലാക്കുന്ന മത്സ്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രോത്സാഹന പദ്ധതിയുടെ സാങ്കേതിക ഉപദേശം നൽകുന്നത് കൊച്ചി ആസ്ഥാനമായുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയാണ്. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാനായി ICAR സ്വിഫ്റ്റിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ AK മോഹന്തിയെ ക്ഷണിക്കുന്നു. Namaskaram. So, respected president of today's program, that is HDFC sponsored Parivartan, that is holistic rural development program implemented by MSSRA Foundation in collaboration with ICAR. So, and respected director MS Swaminathan Research Foundation, Dr. Shakila, and our respected chief guest, Mr. P. Rajiv, Ministry of Industry in absentia, Dr. Prajesh, Senior Scientist, Mr. PM Manav, President Alangad Panchayat, Mr. Ritesh Sinha, Project Head CSR HDFC Bank, Mr. Aju K. Mathan, Cluster Head HDFC Bank, other senior officers of the state government, and dear brothers and sisters, ladies and gentlemen, press and media. Actually, this is an unique opportunity, unique platform, that it is a conglomeration of public and private organization at one platform to work for the people. That is under the sponsorship of HDFC. Because ICAR Safety Research Institute, first of all, I will convey the appreciation from my director, Dr. C.N. Ravishankar. He has conveyed his best appreciation for the success of this program. Actually, he is the man who is more desirous to work for the people with the help of our technology. Because ICAR Safety is a central institute of fishery technology. This institute, since 1956, it is working for the fisher community in harvest and post-harvest sector, fishing and fish processing sector. So this institute has developed many technology, many cutting-edge technology in the harvest, post and harvest sector, which has given some impact in the fishery sector of our country. Not only in our country, also it has also expanded its wings into international area also.
So this is an unique platform which we got an opportunity to serve our community, our small and marginal fishing community, so that they will be empowered to do some work on their own and they can develop some entrepreneurship opportunity. Because you may be knowing that now the previous agriculture development system has been changed. Previously, we were thinking of only production to production. Now we are thinking of production to till consumer. If it is reaching from pond to plate, farm to fork, till it is reaching to our plate, mean consumer. So that's why in between we have included two more entity into that area. That is, one is market entity, one is entrepreneur. For that entrepreneurial things has come in the agriculture sector. So this is an unique, that is a nice initiative by MSSRF. They have taken the initiative to work in collaboration with ICAR Safety to develop some entrepreneurial opportunities for our small and marginal fisher women, those who have present here. Already we have some preliminary discussion with our groups. We saw there are many enthusiastic groups. They are having different kinds of ideas. They are having different kinds of scopes and opportunities. On that basis, it was decided that different kinds of groups, they can go for different type of products on fish processing sector. So in this effort, we both have collaborated each other, MSSRF and Safety. Rather, I'll take this is a bilateral partnership between ICAR Safety and MSSRF, and where HDFC also plays an important role by financially boosting this initiative. So we'll be the technology collaborator and the implementing agency will be MSSRF and HDFC will be that financial sector who will support these things. So under this project, we will give the training and other kinds of facilities. Even we'll give some training to some entrepreneurs who will come forward to develop to start some venture in the fish processing. So we are having very good incubation facilities. So we'll give them training and other kind of facilities for business planning, other kind of development. So we have formed a team of scientists in which we have included some social scientists, those who will look into the research component of that, why people are not interested, what are the other constraints are there in this field. So that part also we'll look into that. Side by side also we'll do some action research in that case. Also we have included fish processing scientists. Those will give the technological inputs in terms of training, demonstration, consultancy, establishing of the small fish processing units at the rural level so that they can take up their facilities. And in turns also, we'll also give some facility to our primary fish processors, those who want to develop some products. They can also utilize our platform. We have an agriculture technology information center. So they can also utilize our platform to sell their products, to test their products, to have a market launching of their products so they can know what is the status of their products. So that is a test marketing of their products. Then only they will be able to know what is the loopholes in their products. They can refine their products. That only that project can be sustainable. So this particular initiative, really it has given a good boost for the development of this sector. And I'll tell another thing. So now it is the right time. Always you used to tell all the people should come together, because in our system, department is doing something, MSSRF is doing something, everybody is doing all their activities. But by doing all these activities are all being duplicated, effort is there. So instead of if you'll come together, that is called pluralistic convergence. We'll come to one platform, we'll give our effort, HDFC will give their effort in financing, MSSRF will give their effort in all kinds of social communication, this kind of things. SAFE will give all kinds of technological support. Even NABARD, MSME, they'll give all kinds of support. So all the stakeholders can come together to a common platform that is called pluralistic convergence. Then only whatever effort that will be successful and that will be sustainable. And that is the major area in which MSSRF has also taken this effort. So I think this project will be
very much successful, and our small and marginal fisher women, they'll also get more benefit from this project. Thank you very much. I wish all success for this project. Thank you very much. വൈപ്പിൻ ദ്വീപിലെ ഫിഷറീസ് പ്രോഗ്രാമിന് വേണ്ടി എല്ലാവിധ സാങ്കേതിക സഹായങ്ങൾക്കും ഉറപ്പ് നൽകിയ ICAR സ്വിഫ്റ്റിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ AK മോഹന്തിക്ക് നന്ദി. ഇപ്പോൾ സാങ്കേതിക സഹായത്തിനുള്ള MOU കൈമാറുന്നതിനായി ഷക്കീല മാമിനെയും ഡോക്ടർ AK മോഹന്തിയെയും ക്ഷണിക്കുന്നു. നന്ദി. ആശംസ അർപ്പിക്കുന്നതിനായി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിന്റെ ജനറൽ മാനേജർ ശ്രീ ബിജു P. എബ്രഹാമിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ രമ്യ തോമസ് മാഡം, ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനാഫ് അവറുകൾ, അതോടൊപ്പം നമ്മുടെ ഈ MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഷക്കീല മാഡം, അതോടൊപ്പം HDFC ബാങ്കിൻ്റെ ശ്രീ അജു K. മാത്യു, ശ്രീ മൊഹന്തി സർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വന്നു ചേർന്നിരിക്കുന്ന സംരംഭകരെ, മറ്റ് ജനപ്രതിനിധികളെ, മീഡിയ പേഴ്സൺസ്, വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നമുക്ക് ഓർഗനൈസ് ചെയ്തതിന്. മോഹന്തി സാറ് സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാ മേഖലയിലുമുള്ളവരെ ഒത്തുചേർന്ന് അവർ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ സിങ്ക്രണൈസ് ചെയ്ത് അതിൻ്റെ സേവനം നമുക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ആരാധനായ വ്യവസായ മന്ത്രി സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ പ്രസന്റേഷൻ കണ്ടിന്യൂ സാറിന്റെ തുടരുവാണോ സാർ? സാറ് ലൈനിലുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യവസായ വാണിജ്യ വകുപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് എപ്പോഴും ഒരു ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് നൽകി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ്. സംരംഭകർക്ക് നമുക്ക് ഓരോ താലൂക്കിലും അതോടൊപ്പം തന്നെ ബ്ലോക്കിലും നമുക്ക് ഇത്തരത്തിലുള്ള വ്യവസായ വകുപ്പിൻ്റെ സേവനങ്ങൾ സംരംഭകരിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നതിനായിട്ട് നമ്മുടെ എക്സ്റ്റൻഷൻ ഓഫീസർമാരുണ്ട്. പാലങ്ങാട് ബ്ലോക്കിൽ തന്നെ നമുക്കിവിടെ സാജനുണ്ട്, അദ്ദേഹം ഇന്നിവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മേഖലയിൽ കണ്ടെത്തിയിട്ടുള്ള 14 വില്ലേജുകളാണ് നമുക്ക് ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ ഈ വർഷം 2018 മുതൽ തുടങ്ങിയതാണെങ്കിലും ഈ വർഷം നമ്മൾ 14 ബ്ലോക്കുകളെയാണ് വില്ലേജുകളെയാണ് ഇതിലേക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 14 വില്ലേജുകളെ നമ്മൾ അതിൽ പ്രധാനമായിട്ടും ഫിഷറീസ് മേഖല, അതോടൊപ്പം തന്നെ നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ്, പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ മറ്റു മേഖലകളുമുണ്ട്. നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പദ്ധതികൾ, ഇങ്ങനെ പല പ്രോഗ്രാംസിലാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പദ്ധതികളിൽ ആവശ്യമുള്ള സഹായം തരുന്നതിന് എപ്പോഴും വ്യവസായ വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ CSR ഫണ്ട് നൽകി ഇതിനെ സഹായിക്കുന്ന HDFC ബാങ്ക്, മറ്റ് അഭ്യുദയകാംക്ഷികൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് വ്യവസായ വകുപ്പിന് ഒരു റോള് തന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന് നന്ദി. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർകൾ ഓൺലൈനായി നമ്മോടൊപ്പം
ചേർന്നിട്ടുണ്ട്. സാറിന് സ്വാഗതം ആശംസിക്കുന്നതിനും പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകുന്നതിനും ശ്രീ പ്രജീഷ് പരമേശ്വരൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രജീഷ് പരമേശ്വരൻ സംസാരിക്കുകയാണ്. ഒന്ന് 2-3 സ്ലൈഡുകളിലൂടെ ഈ പദ്ധതി എന്താണ് എന്നൊന്ന് പറയാൻ ശ്രമിക്കാം. HDFC ബാങ്കിന്റെ പരിവർത്തൻ എന്ന് പറയുന്ന പ്രോഗ്രാം CSR സപ്പോർട്ടോടു കൂടിയുള്ള പ്രോഗ്രാമാണ് MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 3 വർഷമായിട്ട് 6 ജില്ലകളിൽ 30 വില്ലേജുകളിൽ ഈ പദ്ധതി നടക്കുന്നുണ്ട്. എറണാകുളം ഉൾപ്പെടെ എറണാകുളം, ഇടുക്കി, കുട്ടനാട് ഭാഗത്ത്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നിങ്ങനെ സ്ഥലങ്ങളിൽ 30 വില്ലേജുകളിൽ ഈ പദ്ധതി നടക്കുന്നുണ്ട്. എറണാകുളത്ത് 6 വില്ലേജുകളിലാണ് ഏഴിക്കര, കടമക്കുടി, കോട്ടുവള്ളി, പുത്തൻവേലിക്കര, ചേന്നമംഗലം, കുന്നുകര. കൃഷി മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പുക്കാളി ഫീൽഡിലുണ്ട്, കരിമീൻ കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലാൻ ക്ലിനിക് എന്ന് പറയുന്ന പ്രത്യേക ഒരു പരിപാടി ഉണ്ട്. കുട്ടനാട് ഒരുപാട് പദ്ധതികളുണ്ട്. അങ്ങനെ 3 വർഷമായിട്ട് ഒരുപാട് എന്റർപ്രൈസിംഗ് യൂണിറ്റ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. കുട്ടനാട് ആണെങ്കിൽ തഴ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ആയിട്ട്, സുഗന്ധഗിരി കോഫി വയനാട്, സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം ഉണ്ട്. ഇത് ഏകദേശം 10,000-ഓളം കുടുംബങ്ങളിലേക്ക് ഈ പദ്ധതി എത്തിയിട്ടുണ്ട്. പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഈ വർഷം മുതൽ 3 വർഷത്തേക്ക് ഒരു 9,000 കുടുംബങ്ങളിലേക്ക് നേരിട്ടും 43,000-ഓളം കുടുംബങ്ങളിലേക്ക് പരോക്ഷമായും എത്തിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമാണ്. ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യ, സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ പ്രവർത്തകർ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, അവിടെ നേരിൽ വരണമെന്നാണ് കരുതി. എന്നാൽ ഇന്ന് രാവിലെ പരിപാടികളിലെല്ലാം അങ്ങോട്ട് ഓടിയെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന് നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചുരുക്കമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ഡോക്ടർ MS സ്വാമിനാഥനും ഒന്നിച്ച് രാജ്യസഭയിൽ പ്രവർത്തിക്കാൻ ഒരു സന്ദർഭം കിട്ടിയ ഞാൻ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നതിനും അവസരം കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് ഇവിടെ നടക്കുന്നത് പദ്ധതികളുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ നാടിന്റെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്ക് കുറെ കൂടി ഉണർവ് നൽകുന്ന രൂപത്തിൽ മൂല്യാധിഷ്ഠിത വ്യവസായങ്ങൾ മത്സ്യ മേഖലയിലും കൈകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷം 100,000 MSMEകൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കേണ്ട ഒരു ദൗത്യമാണ്. അപ്പോൾ ചെറുകിട ഗ്രാമങ്ങളിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഭാഗമാണ്. അതിന് നേതൃത്വം നൽകുന്നതിന് സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ടും 3 വർഷക്കാലത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം, അതോടൊപ്പം പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും നിർവഹിച്ചായി അറിയിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട P. രാജീവ് മന്ത്രിക്ക് നന്ദി. അടുത്തതായി നമ്മുടെ പുതിയ പദ്ധതിയുടെ വീഡിയോ ലോഞ്ചിങ് ആണ്. വീഡിയോ ലോഞ്ചിങ് ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട രമ്യ തോമസ് മാഡത്തിനെ ക്ഷണിക്കുന്നു.
നന്ദി. HDFC ബാങ്കിന്റെ പരിവർത്തൻ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ 6 വില്ലേജുകളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണം സൂചിപ്പിച്ചുകൊണ്ട് വിവിധ ഗ്രൂപ്പുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഗ്രൂപ്പ് പ്രതിനിധികൾ ഇപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് കൈമാറുന്നു. ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമ്യ തോമസിനെ ക്ഷണിക്കുന്നു. കടമക്കുടി, കോട്ടുവള്ളി, ഏഴിക്കര മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പൊക്കാളി വിത്തുൽപാദന പദ്ധതിയുടെ ഭാഗമായി ഉൽപാദിച്ച ശുദ്ധമായ പൊക്കാളി വിത്തും ചേന്നമംഗലം വില്ലേജിലെ കോട്ടയിൽ കോവിലകം ക്ഷീരോത്പാദക സംഘത്തിന്റെ ഉൽപ്പന്നങ്ങളും പുത്തൻവേലിക്കര, കുന്നുകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പ്രകൃതി പരിപാലനത്തിനും ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി തയ്യാറാക്കിയ പഠന റിപ്പോർട്ടുകളും കോട്ടുവള്ളി, ചേന്നമംഗലം വില്ലേജുകളിൽ നടപ്പിലാക്കിയ നൈപുണ്യ വികസന പരിശീലനം നേടിയവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ഇപ്പോൾ വിവിധ ഗ്രൂപ്പ് പ്രതിനിധികൾ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുന്നു. നന്ദി. നമുക്ക് കാര്യപരിപാടികൾ തുടരാം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ആലങ്ങാട് CDPO ശ്രീമതി നദീറ H മാഡത്തിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ നമ്മുടെ ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമ്യ തോമസ് അവർ, നമ്മുടെ ഇന്നത്തെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ മന്ത്രി P. രാജീവ് അവർ, വേദിയിലും സദസ്സിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഞാൻ ജില്ലയിൽ നിന്ന് പ്രോഗ്രാം ഓഫീസർ ശ്രീ സൈന മാഡത്തിന് എത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ മീറ്റിംഗിൽ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഈ HDFC ബാങ്ക് MS സ്വാമിനാഥൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് CSR ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന ഈ സമഗ്ര വികസനത്തിന്റെ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ നമ്മുടെ 4 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകളിൽപ്പെട്ട അംഗൻവാടികൾ ശിശു സൗഹൃദമായിട്ട് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്മാർട്ട് ക്ലാസ് റൂം സ്ഥാപിക്കുന്നുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും. കൂടാതെ ഇന്നത്തെ ഈ ചടങ്ങിലേക്കും ഈ ഒരു പ്രോഗ്രാമില് ഗ്രാമവികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ അംഗൻവാടിയെ സെലക്ട് ചെയ്തത് നല്ലൊരു കാര്യം തന്നെ. വരും വർഷങ്ങളിൽ ഇനിയും ഇതിലും കൂടുതലായിട്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുമായിട്ട് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിൽ അർപ്പിച്ചു. നദീറ മാഡത്തിന് നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് SNM കോളേജ് മാലിയങ്കര ബോട്ടണി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ MG സനിൽകുമാർ സർ ആണ്. സാറിനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. HDFC ബാങ്കിന്റെ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് വയനാട് MSSRF നടപ്പാക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമാക്കാനായിട്ട് മാലിയങ്കര SNM കോളേജിന് സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ സന്തോഷവും ആദ്യമേ രേഖപ്പെടുത്തട്ടെ. കമ്മ്യൂണിറ്റി ആഗ്രോ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് സുദീർഘമായിട്ടുള്ള ഗവേഷണ പാരമ്പര്യം MSSRFനുണ്ട്. ഞങ്ങളുടെ കോളേജുമായിട്ട് ഗവേഷണ മേഖലയിലെ MSRF ദീർഘമായിട്ട് ഞങ്ങൾ സഹകരിച്ചു വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ ഡിസംബർ മാസത്തില് വയനാടിലെ ചേമ്പ്ര പീക്കിൽ നിന്നും കണ്ടെടുത്തൊരു പുതിയ സസ്യം ഞങ്ങളുടെ കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ഗവേഷകരും MSRFന്റെ സയന്റിസ്റ്റുമാരും ചേർന്നിട്ട് ഫൈറ്റോടാക്സ എന്ന് പറഞ്ഞുള്ള ലീഡിംഗ് ആയിട്ടുള്ള ജേണൽ, ന്യൂസിലാൻഡിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത്. അതുപോലെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിനൽ പ്ലാന്റ്സിന്റെ റിസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട് ഒരു MOU MSRF ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് നന്നായിട്ട് നടന്നുപോയിരുന്നു. ഇപ്പോൾ വൈപ്പിൻ മേഖലയിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷണവും അതിന്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടാണ് പുതിയ പദ്ധതി. അതിന്റെ MOU ഒപ്പിടുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും MSRFുമായിട്ടും അതോടൊപ്പം തന്നെ
HDFC ബാങ്കുമായിട്ടൊക്കെ സഹകരിക്കാൻ ഞങ്ങളുടെ കോളേജിൽ കഴിഞ്ഞതിൽ, പ്രത്യേകിച്ച് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ പദ്ധതിയുടെ വിജയത്തിനായിട്ടുള്ള എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സനിൽകുമാർ സാറിന് നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ MR രാധാകൃഷ്ണൻ സാറാണ്. സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, അതുപോലെ സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ, അതുപോലെ HDFC ബാങ്കിന്റെ പ്രതിനിധികൾ, പ്രിയപ്പെട്ട ഇതിന്റെ സംരംഭകരായിട്ട് എത്തിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. എന്തായാലും നമ്മുടെ ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കവും തുടർന്ന് നമുക്കറിയാം ഇപ്പോൾ മഹാമാരി പിടിപെട്ട ഏതാണ്ട് 2 വർഷക്കാലമായി തുടരുന്ന ഇപ്പോഴത്തെ സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് പ്രധാനമായും വെള്ളപ്പൊക്കക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ HDFC ബാങ്കുമായി ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്ന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും ഞാൻ HDFC ബാങ്കിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം സ്വകാര്യ മേഖലയിലുള്ള ഒട്ടനവധി ബാങ്കുകൾ ഉണ്ടെങ്കിൽ പോലും സമൂഹത്തെ അവശത അനുഭവിക്കുന്ന, നമുക്കറിയാം ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് അതുവഴി നിരാലംബരായ ജനവിഭാഗങ്ങൾ വളരെയധികം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെയെല്ലാം ഗവൺമെന്റിന്റെ കൈത്താങ്ങ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഗവൺമെന്റിന് ഒരു പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം സഹായഹസ്തങ്ങൾ ഒട്ടേറെ നമുക്ക് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലേക്കെങ്കിലും ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞത്. തീർച്ചയായും അതിൽ നല്ലൊരു പങ്കാണ് ഇപ്പോൾ നമ്മുടെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ നമ്മുടെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പെട്ട 3 ഗ്രാമപഞ്ചായത്തുകൾ അതിൽ ഉൾപ്പെടുന്നത് വളരെയേറെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഈ ഫൗണ്ടേഷന്റെ തുടർന്നുള്ള ഇപ്പൊ ഏതാണ്ട് 2024 വരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എല്ലാവിധത്തിലും ഉള്ള വിജയ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. രാധാകൃഷ്ണൻ സാറിന് നന്ദി. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി പറയുന്നതിനായി എറണാകുളം ക്ലസ്റ്റർ കോർഡിനേറ്റർ മിസ്റ്റർ MP ഷാജനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ രമ്യ തോമസ്, ബഹുമാന്യ മറ്റു വ്യക്തികളെ, എത്രയും സ്നേഹമുള്ള സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ രാവിലെ 9 മണി മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സഹോദരിമാരുണ്ട്. അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടി നമ്മളുടെ എല്ലാവരുടെയും കൂടി പരിപാടിയാണ്. ഇതിൽ പ്രത്യേകിച്ച് അതിഥികളില്ല. നമ്മളെല്ലാവരും പാർട്ട്നേഴ്സാണ്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അത് HDFC ബാങ്ക് പരിവർത്തൻ പദ്ധതിയിലൂടെ MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിന്റെ വലിയ നേതൃത്വം, അതോടൊപ്പം സ്വിഫ്റ്റിനെ പോലുള്ള കേന്ദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഇവിടെ സനൽ സാറിന്റെ മാലിയങ്കര കോളേജിനെ പോലെ അവിടുത്തെ IMT കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജും, അതോടൊപ്പം തന്നെ അവിടുത്തെ ആർട്സ് കോളേജും സയൻസ് കോളേജും എല്ലാം ഈ പദ്ധതിയോടൊപ്പം ഉള്ളവരാണ്. ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ സംരംഭകരും
ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഈ പദ്ധതിയുടെ പങ്കാളികളാണ്. ഇവിടുത്തെ പാടശേഖര സമിതി സംഘടനകൾ, 19 വില്ലേജുകളിലെ ജനപ്രതിനിധികൾ, പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി, ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി, അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പും ക്ഷീരവികസന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ഉൾപ്പെടുന്ന ഒരു വലിയ സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സുദിനമാണെന്ന് ഈ ദിനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഓൺലൈനായാലും പങ്കെടുത്തു. നമുക്കറിയാം, എറണാകുളം ജില്ലയുടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ചില നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, അതിനെയൊക്കെ പരിഹരിക്കാൻ എറണാകുളം ജില്ലയുടെ ചാർജല്ല ബഹുമാനപ്പെട്ട മന്ത്രി. അതിനുള്ള ഒരു സമയം മാറ്റിവെക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇടപെട്ടതിൻ്റെ പേരിലാണ് മന്ത്രിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതിരുന്നത്. പേഴ്സണലായിട്ട് ഫോണിലൂടെ സംസാരിച്ചു അദ്ദേഹം. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ മന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പാക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനം, കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനിയുള്ള 3 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ പ്രജീഷ് സാറും അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറക്ടർ ഷക്കീല മേഡവും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ബഹുമാനപ്പെട്ട സ്വിഫ്റ്റിൻ്റെ ഡയറക്ടർ മോഹൻജി, സനൽ സാറ്, വ്യവസായ വകുപ്പിലെ ജനറൽ മാനേജർ, അതോടൊപ്പം ICDS CDPO, അങ്ങനെ എല്ലാവരും, അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു. എത്രയും ഈ പരിപാടികളിലേക്ക് പങ്കെടുത്തിട്ടുള്ള എല്ലാവരും, നമ്മുടെ പറവൂർ ബ്രാഞ്ച് മാനേജർ ദിനേഷ് തോമസ് സർ, ഒട്ടേറെ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ രാവിലെ 11 മണി മുതൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലേക്ക് എത്തുകയും അവരുടെ പിന്തുണയും അവരുടെ സഹകരണവും പ്രസ്ഥാനത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ആദ്യമായി ഞാൻ ഇതിൻ്റെ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് അവர்களോട് ഈ പരിപാടി ഇവിടെ ഇത്രയും നന്നായി കോർഡിനേറ്റ് ചെയ്യുവാൻ, ഈ പരിപാടിയുടെ ആദ്യഘട്ടം ചർച്ച മുതൽ എല്ലാ കാര്യത്തിലും ഈ അവസാന സമയം വരെ പരമാവധി മന്ത്രിയെ ഇവിടെ എത്തിക്കുവാനുള്ള ശ്രമം അടക്കം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമ്യ തോമസ് അവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന് പ്രത്യേകം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. HDFCയുടെ അജു കെ മാത്തൻ സാർ, ഞങ്ങളുടെ MSRFന്റെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ വി ഷക്കീല മേഡം, ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ ചേട്ടൻ, ICDSന്റെ പ്രൊജക്ട് ഓഫീസർ മോഹൻദി സാർ, സനൽ സാർ, ഇവിടെ ഇരിക്കുന്ന സ്വിഫ്റ്റിലെ ശാസ്ത്രജ്ഞർ, അതോടൊപ്പം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, MSRFന്റെ വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള സഹപ്രവർത്തകർ, ആലപ്പുഴയിൽ നിന്ന് എത്തിയിട്ടുള്ളവർ, കുട്ടനാട് നിന്ന് എത്തിയിട്ടുള്ളവർ, എളങ്കുന്നപ്പുഴ മുതൽ പാറക്കടവ് വരെ 19 വില്ലേജുകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രതിനിധികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു. ഇനിയും ഭക്ഷണം കഴിക്കാത്തവർ ക്യാൻറ്റീനിൽ പോയി കൂപ്പൺ കൊടുത്താൽ നമുക്ക് അവിടെ ഭക്ഷണം ലഞ്ചിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വേണ്ടി ഓൺലൈനിൽ ചേർന്ന റിതേഷ് സർ, മറ്റു പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും നന്ദി. We thank Ritesh sir for joining us online. Thank you so much, sir.
Thank you so much. Thank you so much. Hello.